ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മുടെ വീട്ടിൽ ഇതേപോലെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന ചോപ്പറും ഗ്രൈറ്ററും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ പഴകി കഴിഞ്ഞാൽ അതിനൊരു മൂർച്ചം പോയി തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു മൂർച്ചം നല്ല രീതിയിൽ തന്നെ വീണ്ടെടുക്കാനുള്ള നല്ലൊരു ഐഡിയ തന്നെ ഇട്ടത്. അപ്പോൾ നമ്മുടെ എല്ലാവരും കിച്ചണിലും ഇതേപോലത്തെ ഇടികല്ലുണ്ടാവുമല്ലോ. ഈ ഒരു ഇടികല്ലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് കരിങ്കല്ലിൻ്റെ ഇടികല്ലായത് കൊണ്ടിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ വെറുതെ സിമ്പിളായിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി. നമുക്ക് വേഗത്തിൽ തന്നെ മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. നല്ല മൂർച്ചയുള്ള ബ്ലേഡൊക്കെ ആകുമ്പം വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു പണി എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കത്തിയായാലും അതേപോലെ ഗ്രേറ്റർ ആയാലും എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗം നമുക്ക് മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചിരവയും ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് തേങ്ങ ചിരവുന്ന ആ ഒരു ജോലി എളുപ്പമായി കിട്ടാനുള്ള നല്ലൊരു ഐഡിയ തന്നെയാണ് നമ്മുടെ ചിരവക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ചം ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിരവൻ്റെ മൂർച്ചം കുറേ കഴിയുമ്പം ഗ്രേറ്ററിൻ്റെ മൂർച്ചം പോലെ തന്നെ വേഗത്തിൽ തന്നെ പോയി തുടങ്ങും. അപ്പോൾ ഈ ഒരു ഇടികല്ലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ചിരവൻ്റെ നാക്ക് ഭാഗത്ത് താഴ്ഭാഗത്തും അതേപോലെ മുകളിലും ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ മൂർച്ചം നല്ല രീതിയിൽ കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഈ തേങ്ങ ചിരവുന്ന പണീനോട് നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നില്ല ഈ ഒരു രീതിക്കൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. വേഗത്തിൽ തന്നെ നമുക്ക് എത്ര തേങ്ങ സിമ്പിളായിട്ട് ചിരവിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകുമല്ലോ അല്ലേ. കിച്ചണിലൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വെച്ച് പോകുന്ന സമയത്ത് തേങ്ങ ഇങ്ങനെ ഉരുണ്ടതായത് കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ അത് കിച്ചണിൽ താഴെ വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്, ഈ ഒരു ഉരുണ്ട തേങ്ങ ആയതുകൊണ്ടിട്ട്. അപ്പോൾ താഴെ വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാലിന് വീണ് പോകും. അതേപോലെ തറയിലൊക്കെ വീണ ടൈലൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കട്ടോ. 2 റബ്ബർ ബാൻഡ് തലങ്ങും വിലങ്ങായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് തേങ്ങ എവിടെയാണോ വെച്ചിട്ടുള്ളത് അവിടെ നിന്നും ഒരിക്കലും അത് തെന്നി വീണ് പോവുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു രീതിക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ. ഈ ഒരു 2 റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങ നമ്മൾ വെച്ചെടുത്ത് തന്നെ അങ്ങനെ ഉണ്ടാവും, ഒരിക്കലും ഉരുണ്ടു പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ കുഞ്ഞു ടിപ്പ് എന്താണെന്ന് നോക്കാം. പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ടിപ്സുകളാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ദാരിയസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു വാടിയ ലെമണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലീനിങ് ടിപ്പിനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ലെമണാണ് കേട്ടോ അത് വാടിയത്. അപ്പോൾ ഈ ഒരു വാടിയ ലെമണിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഗോൾഗേറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് പൊടിയുപ്പ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്ക് ഇത് വെച്ചിട്ട് നമുക്ക് തേച്ചൊരച്ച് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പും പൊടിയോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. നമുക്ക് കുറേ കഴിയുമ്പോൾ കിച്ചൺ സിങ്കിന് ഒരു മങ്ങലൊക്കെ വരും. നമ്മൾ മെഴുക്കുള്ള പാത്രമൊക്കെ കഴുകുന്നതല്ലേ. അതേപോലെ തന്നെ ചിലവർക്ക് കുഴൽക്കിണറിലെ വെള്ളമൊക്കെ ആകുമ്പം എന്തായാലും ആ ഒരു സിങ്കിന് ഒരു മഞ്ഞക്കറയും അതേപോലെ സിങ്കിനൊരു നിറവ്യത്യാസവും എല്ലാം വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിക്ക് സിങ്ക് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ മഞ്ഞക്കറ വരെ പോയി കിട്ടാൻ പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ തേച്ചൊരച്ച് കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിലോട്ടേക്ക് സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. സ്ക്രബ്ബറിനായിട്ട് നമുക്ക് ചെറുനാരങ്ങൻ്റെ തുണ്ടുണ്ട്. അതേസമയം പത കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ പേസ്റ്റും ഉണ്ട്.
പിന്നെ ഉപ്പുണ്ട്. ഉപ്പ് എല്ലാവർക്കും അറിയാലോ, നല്ലൊരു അണുനാശിനി തന്നെയാണല്ലോ ഉപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. മെഴുക്കും പോവും, അതേപോലെ കറയും എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ കോലം ഇങ്ങനെയാണല്ലോ അല്ലേ. നമ്മൾ തിളച്ച് ചിന്തിയതും കറി ചിന്തിയതും ഒക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഇതാ കുറച്ച് വിനാഗിരി ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നാരങ്ങൻ്റെ തുണ്ടും പേസ്റ്റും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊരു കറയുണ്ടെങ്കിലും വേഗത്തിൽ തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും. അതേസമയം തന്നെ നമ്മളിതിൽ വിനാഗിരി ഒഴിച്ചിട്ടാണല്ലോ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ പ്രാണികളോ പല്ലിയോ കൂറയോ ഒന്നും വന്ന് എഴിയാൻ ചാൻസ് ഇല്ല. ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് പ്രാണികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അലർജി ഉള്ള സ്മെല്ലാണ് ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ല്. അപ്പോൾ നമുക്ക് ഈ ഒരു വിനാഗിരി ഒരു തുള്ളി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരിച്ചെടുത്താൽ മതി കേട്ടോ. സ്ക്രബ്ബറോ ഡിഷ് വാഷോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ വെട്ടിത്തിളക്കമുള്ളതായി കിട്ടും ചെയ്യും. അതുമാത്രമല്ല ഗ്യാസ് സ്റ്റോപ്പിൽ ഒരിക്കലും ഉറുമ്പ് പോലും വരാൻ ചാൻസ് ഇല്ല, വിനാഗിരിൻ്റെ ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് നിറവ്യത്യാസം നിറം കൂട്ടി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു തിളക്കമുണ്ട് കേട്ടോ. ആകെ ഒരു മങ്ങലായിരുന്നു ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിനൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിറം കിട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഇതാ, ഞാൻ 2 സോക്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സോക്സൊക്കെ നമ്മൾ അലക്കിയിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് എങ്ങനെയായാലും ആ ഒരു സോക്സിൻ്റെ ഒറ്റ നഷ്ടപ്പെട്ടു പോകും. രാവിലെ ഓഫീസിൽ പോകുന്നവരും അതേപോലെ സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സോക്സ് തിരഞ്ഞ് നടന്നിട്ട് ഒരുപാട് സമയം അത്രയും പോവും. കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം അത്രയും സമയം നമുക്ക് പോയി കിട്ടും ഈ ഒരു സോക്സ് തിരഞ്ഞ് നടന്നിട്ട്. അപ്പോൾ നമുക്ക് സോക്സ് തിരയാതെ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി. 2 സോക്സ് ഇതേപോലെ വെച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു വായിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ തിരികെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആ ഒരു സോക്സിൻ്റെ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഇല്ല. 2 സോക്സ് ഇതേപോലെ നല്ല രീതിയിൽ സേഫായിട്ട് തന്നെ നിന്നോളും. ഇനി നമുക്ക് സോക്സ് തിരഞ്ഞിട്ട് ഒരുപാട് സമയം പോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് വെച്ചെടുത്തു കഴിഞ്ഞാൽ എത്ര കുഞ്ഞു സ്പേസിലും നമുക്ക് ഈ ഒരു സോക്സ് കൊള്ളിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു അടപ്പാണ് കേട്ടോ, ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അടപ്പിൽ നമ്മൾ സിങ്കിൻ്റെ അവിടെയും അതേപോലെ ബേസിൻ്റെ അവിടെയൊക്കെ ഹാൻഡ് വാഷ് ഒന്നും ഇല്ല, സോപ്പ് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു അടപ്പ് ഇതേപോലെ വെക്കുക. എന്നിട്ട് അടപ്പിൻ്റെ മുകളിലോട്ടേക്ക് ആക്കിയിട്ട് ഈ ഒരു സോപ്പ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ സോപ്പ് വെള്ളം കൊണ്ടിട്ട് അലിഞ്ഞു പോവില്ല. അതേപോലെ തന്നെ സിങ്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ സോപ്പ് വെക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക, ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കും വെള്ളമൊക്കെ വീണിട്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും വരാനും ചാൻസ് ഇല്ല. സോപ്പ് വേഗം അലിഞ്ഞു പോവില്ല. ഇതേ രീതിയിൽ ഒരു സ്റ്റാൻഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ ഒരു മുളക് പൊടി ഇട്ട് വെക്കുന്ന കണ്ടെയ്നറാട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് മല്ലി മഞ്ഞളൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് ചില സമയത്ത് ഭയങ്കരമായിട്ട് ലൂസായി പോകും കുറേ കഴിയുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു അടപ്പ് ലൂസായി കഴിഞ്ഞാലോ അത് ആ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് എയറൊക്കെ കടന്നിട്ട് പൊടികളൊക്കെ കേടുവരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നല്ല ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു പാത്രത്തിൻ്റെ വായുഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ അടപ്പടച്ച് കൊടുത്തു നോക്കൂ, നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വീണ്ടും ലൂസാണ് എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു അടപ്പ് ടൈറ്റ് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ലൂസായിട്ടുള്ള അടപ്പാണ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ ഒരു പാത്രം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ റബ്ബർ ബാൻഡ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ടിപ്പാട്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിനായിട്ടും ഞാനൊരു പഴയ സോക്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരുപാട് ആളുകൾ സോക്സ് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ കീറിയതും അതേപോലെ പഴയതും ഒക്കെ സോക്സുകൾ നമ്മൾ ഒഴിവാക്കി കളയല്ലോ.
ഇനി നമ്മൾ അങ്ങനത്തെ സോക്സ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ കുളി സോപ്പ് ഉപയോഗിച്ച ബാക്കി ഉണ്ടാവുമല്ലോ, കുറച്ച് ചെറിയ പീസൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അലക്കുന്ന വാഷിംഗ് മെഷീനിലിടും. അതല്ല എന്നുണ്ടെങ്കിൽ ചിലവർ ഒഴിവാക്കും, ചെറിയ കുഞ്ഞു പീസൊക്കെ ആണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഞാൻ ഈ ഒരു പീസ് സോപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിച്ചണിൽ ടാപ്പിൻ്റെ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഇതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ജോലികൾ കഴിഞ്ഞാൽ ഒന്നുമില്ല, ഉള്ളി കട്ട് ചെയ്യുക, മീൻ കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കുമല്ലോ നമ്മുടെ കൈയൊക്കെ. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ കൈയൊന്ന് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സോപ്പ് ഇങ്ങനെ തൊട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ സിങ്കും ആ ഒരു മങ്ങലൊക്കെ പോകാൻ വേണ്ടിയിട്ടും മെഴുക്ക് പോകാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സോക്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സിങ്കും നല്ല രീതിയിൽ ക്ലീനായി കിട്ടും ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ കൈയും ഇടയ്ക്കൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.